പ്രിയ സഹോദരങ്ങളെ, ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല. അതായത് ചരിത്രപരമായോ ആത്മീയപരമായോ വലിയ അറിവില്ല. എങ്കിലും ഞാനൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട് വിശുദ്ധ ബൈബിൾ വായിക്കാറുണ്ട്. അത് ഓരോ കാലത്തും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ബൈബിൾ എഴുതിയിട്ടുണ്ട്, വായിച്ചു പഠിക്കാറുണ്ട്. അതൊക്കെ വിട്ടേരെ, എന്തുകൊണ്ട് ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി? എവിടുന്ന ഇസ്രായേൽ പാലസ്തീൻ, അതാ ഹമാസ് യുദ്ധം തുടങ്ങിയത്? ഇസ്രായേലാണോ തുടങ്ങിയത്? ചുമ്മാ അതിലിരുന്ന് ചൊറിയാൻ ചെന്ന് തന്നെ. അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഓരോന്നും സംഭവിക്കാനുള്ളത് അതിനോരോ കാരണങ്ങളുണ്ടാകും. ഇപ്പോൾ തന്നെ ഈ ഹമാസ് ഗാസയിലൊക്കെ ഇത്രയോ മീറ്റർ അടിയിൽ കൂടെ കോൺക്രീറ്റ് തുരങ്കങ്ങൾ ഉണ്ടാക്കി അവർക്ക് വർഷങ്ങളോളം താമസിക്കത്തക്കണം. അത് തന്നെയല്ല, വേണ്ടുന്ന ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു ഉദ്ദേശം? അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം യഹൂദനെ നശിപ്പിക്കാനായിട്ട് അത് ശരിയായ കാര്യമാണ്. എന്നാൽ യഹൂദൻ എവിടെ നിന്നുണ്ടായെന്ന് അറിയാമോ മക്കളെ? യഹൂദൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ക്രിസ്തുവിൻ്റെ ഇതനുസരിച്ചാണ്, യഹൂദനോട് പറഞ്ഞു, നീ ലോകത്തിൽ മുഴുവൻ ചിതറിക്കപ്പെടും, എന്നാലും നിന്നെ അന്ത്യനാളിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതൊക്കെ ഏത് ജാതിയാണെങ്കിൽ ഏത് മതമാണെങ്കിലും ഈവൻ മുസ്ലിം ആണെങ്കിലും നിങ്ങളെ ബൈബിളെടുത്ത് വായിച്ച് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിക്കേ. അത് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. എന്തുകൊണ്ട് ഇപ്പം വെറും തരിശുഭൂമിയായി കിടന്ന യെരൂശലേം ഇപ്പോൾ പാലും തേര് ഒഴുകുന്ന ദേശമായി മാറി. ഇനിയും യുദ്ധങ്ങൾ നടക്കും. അതായത് ഏറ്റവും വലിയ ശക്തികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഇറാനാ ഒരു നിസ്സാരമായ ഒരു സംഗതിയല്ല ചെയ്തേക്കുന്നത്. ഇറാൻ്റെ സപ്പോർട്ടാണ് ഒരുപാട് അവൻ്റെ ആൾക്കാർ ഈ ഹമാസിനെ പോലും എല്ലാവരും സഹായിച്ചു അറബ് രാജ്യങ്ങൾ. ഇല്ലെങ്കിൽ പറയട്ടെ, എന്നിട്ടെന്ത് സംഭവിച്ചു? ഇപ്പോൾ എല്ലാവരും സമാധാനം ഇല്ല മക്കളെ. സമാധാനം അങ്ങനെയല്ല ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇനിയും യുദ്ധം ഇങ്ങനെ ഓരോ കോണിക്കൂടി നടന്നുകൊണ്ടിരിക്കും. ഇനിയും റഷ്യയും യുക്രൈനുമായിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ തീരുമാനമുണ്ടാകാതെ അറബ് രാജ്യങ്ങളെ സഹായിക്കാനായിട്ട്, അതായത് ഇറാനെയോ മറ്റു രാജ്യങ്ങളെയോ സഹായിക്കാനായിട്ട് പുടിൻ റഷ്യ വരത്തില്ല. കാരണം സെലൻസ്കി ഒരു വിധത്തിലും ഒതുങ്ങാത്ത ഒരു മനുഷ്യനാണ്. അതൊക്കെ ചർച്ച നോക്കിയാൽ മതി. അതുകൊണ്ട് പുടിൻ ഇപ്പോൾ ഉടനെയെങ്കിലും എഴുന്നേറ്റ് ചാടി അറബ് രാജ്യങ്ങളെല്ലാം പോയി, ഇറാൻ പോയി പുടിനെ കണ്ടു. എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ഇല്ല, പ്രയോജനം ഉണ്ടാകത്തില്ല. ഇനിയും പുടിൻ വരണമെങ്കിൽ റഷ്യ ഉക്രൈൻ വാറ് ഒരു തീരുമാനമാകണം. അത് കഴിയുമ്പോൾ പുടിൻ വിജയിക്കും. പുടിനായിരിക്കുമോ എനിക്കറിയില്ല, അന്ന് പുടിനുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും റഷ്യ വരും. റഷ്യ വന്ന്
അറബ് രാഷ്ട്രങ്ങളുമായിട്ട് അവരുടെ ലീഡറായിട്ട് വരും. അപ്പോൾ അതിനു മുമ്പായിട്ട് പല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. യെരുശലേമിലൊരു ദേവാലയം പണിയണം. ആ ദേവാലയം പണിയാതെ ഒരു കാര്യവും യെരുശലേമിൻ്റെ കാര്യത്തിൽ ആരും ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആ ദേവാലയം പണിയും. ആ ദേവാലയം പണിത് അവിടെ പലതും സംഭവിക്കാതിരിക്കുന്നു. അത് സംഭവിച്ചു കഴിയുമ്പോൾ യഹൂദൻ്റെ കഷ്ടകാലം തുടങ്ങുക. അപ്പോൾ അവനെ നിൽക്കല്ലില്ലാതെ വരുമ്പോൾ യഹൂദൻ ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്നു, അത് കൺട്രോൾ ചെയ്ത് എല്ലാം അവൻ്റെ കൈവിട്ട് പോകുമ്പോൾ അവൻ നിലവിളിക്കുമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. തങ്ങൾ കുറ്റവനിലേക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ദൈവം പലയിടത്തും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അന്തിമ യുദ്ധം റഷ്യയുടെ മേൽനോട്ടത്തിൽ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടി വരും. എന്നാൽ ഇവിടെ അറബ് രാഷ്ട്രങ്ങളുടെ യുദ്ധം തോക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയും. ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രം വേറൊരു രാഷ്ട്രം പറയുന്നത് കേൾക്കുമോ? എല്ലാവരും രാജാക്കന്മാരാ, പണമുള്ളവരാ, ഒന്നൊക്കെ അതൊക്കെ വിട്ടേരെ. എന്നാൽ യുദ്ധം താഴ്വരയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയോ അവർ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, നമുക്കിനി രക്ഷയില്ല. അവരുടെ കണ്ണിലോടുകൂടി വിലപിച്ച് തൻ്റെ ക്രിസ്തുവിലേക്ക് നോക്കും. അവിടുന്ന് ക്രിസ്തുവാണ് പിന്നെ പ്രവർത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ ബൈബിളിൻ്റെ വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കണം. ഖുറാനിലോ മറ്റു പുരാണങ്ങളോ മറ്റ് ഗ്രന്ഥങ്ങളോ ഇതൊന്നും ഇല്ല. പറഞ്ഞുതരാം. അവിടെ യഹൂദരെ നശിപ്പിക്കാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് സാധിക്കത്തില്ല. അവിടെ ദൈവമാണ് പിന്നെ യഹൂദന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവിടെ അവർ രക്ഷപ്പെടും. യഹൂദനൊരിക്കലും നശിക്കുവാനാകത്തില്ല. ലോകത്തിൻ്റെ സൃഷ്ടാവായ യേശുക്രിസ്തു തൻ്റെ ജനമായ ഇസ്രായേൽ യഹൂദന് വേണ്ടി എന്നും നിലനിൽക്കും. യഹൂദനല്ലാത്തവനെല്ലാം ജാതികളാണ്. അല്ലായെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയട്ടെ ഇസ്ലാമെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇസ്മായിലിനെ തങ്ങളുടെ ഗോത്രപിതാവായി അനുകരിക്കുന്നു എന്നുള്ളത്. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും കൊള്ളാം. ഏത് അണ്ടർഗ്രൗണ്ടിലുള്ള തുരങ്കം ഉണ്ടാക്കിയിട്ട് വന്നാലും മക്കളെ നിങ്ങൾ വരും. നിങ്ങൾ ഇങ്ങനെ നേരെ വരത്തില്ല. റഷ്യകളോട് വരുന്ന സമയം, റഷ്യകളെ ലീഡറായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ റഷ്യയുടെ പുറകിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കും. നിങ്ങൾ അവിടെ ഒരു പരിധി വരെ ജയിക്കും. പക്ഷെങ്കിൽ ഒടുവിൽ ക്രിസ്തു തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. അന്ന് നിങ്ങൾ കാണുക. അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല.